ശ്രീ ആർ വി ബാബു, നമ്മുടെ PM നിയാസ് ന്യായീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ചില കാരണങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. എന്തു തോന്നുന്നു അതിൽ? PM നിയാസ് വലിയ ധർമ്മസങ്കടത്തിലാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ വിഷമം മനസ്സിലാവും. അദ്ദേഹത്തിന് VD സതീശനെ ന്യായീകരിക്കണം, ഒപ്പം ലീഗിൻ്റെ ഗുഡ് ബുക്കിലുണ്ടാവുകയും വേണം. കാരണം അദ്ദേഹമൊക്കെ അടുത്ത തവണ കോഴിക്കോട് മത്സരിക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ലീഗിനെ പിണക്കാനും പാടില്ല. ആരോ പറയില്ല, നമ്മൾ ഒക്കത്തിലിരിക്കുന്നത് കളയാനും പാടില്ല, കക്ഷത്തിലിരിക്കുന്നത് വെക്കുകയും വേണം. ഇത് രണ്ടും കൂടിയും നടക്കുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും നിയാസിനോട് എനിക്ക് പറയാനുള്ളത്, ലീഗും കോൺഗ്രസും സയാമീസ് ഇരട്ടകളെ പോലെ സ്വാതന്ത്ര്യത്തിന് മുൻപേ അങ്ങനെയായിരുന്നു. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ ദുരന്തങ്ങൾക്കും കാരണമായിട്ടുള്ളത് ലീഗാണ്. ആ ലീഗിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തത് കോൺഗ്രസ്സാണ്. ഇപ്പോൾ അത് 1921 ഖിലാഫത്ത് പ്രക്ഷോഭം മുതലുള്ള കാലഘട്ടം പരിശോധിച്ചാൽ മുസ്ലിം തീവ്രവാദത്തിനെ പിന്തുണച്ചു വന്നതിൻ്റെ പരിണിത ഫലമാണ് പിന്നീട് വലിയ ശക്തിയായിട്ട് മുസ്ലിം ലീഗിനെ വളർത്തിക്കൊണ്ടുവന്നതും 1946 ഡയറക്റ്റ് ആക്ഷനിലേക്ക് എത്തിച്ചതും അങ്ങനെ വലിയൊരു കൂട്ടക്കൊല ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഒട്ടാകെ നടത്തിയതും തുടർന്ന് മഹാത്മാഗാന്ധിക്കടക്കം എന്നെ വിഭജിച്ചാലും ഇന്ത്യ വിഭജനം നടക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഗാന്ധിജിക്ക് പോലും ഇന്ത്യ വിഭജനത്തിന് അനുകൂലമായി നിൽക്കേണ്ടി വന്നത് അന്ന് ലീഗ് നടത്തിയിട്ടുള്ള ആ കൂട്ടക്കൊലകളാണ്, രക്തപ്പുഴകളാണ്. അതിൻ്റെ മുമ്പിൽ കോൺഗ്രസ്സിന് മുട്ടുമടക്കേണ്ടി വന്നു. അപ്പോൾ ആ ലീഗിനെ ലീഗാക്കി വളർത്തിയതിൽ സ്വാതന്ത്ര്യത്തിന് മുൻപ് കോൺഗ്രസ്സിനുണ്ടായ പങ്ക് സ്വാതന്ത്ര്യത്തിന് ശേഷവും കോൺഗ്രസ് തുടർന്നു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതാണ് ശ്രീ സ്റ്റാൻലി പറഞ്ഞത്. നെഹ്റു ചത്തകുതിര എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ ചത്തകുതിര എന്ന് പറഞ്ഞ ആ അതേ ലീഗിനെ ഇന്ന് കോൺഗ്രസിനെ വിറപ്പിക്കുന്ന ഒരു ചെന്നായി ആയിട്ട് ലീഗിനെ മാറ്റിയത് ഇതേ കോൺഗ്രസ് തന്നെയാണ്. ഇസ്ലാമിക തീവ്രവാദത്തെ ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുന്ന വിഭജന തന്ത്രം ബ്രിട്ടീഷുകാർ പുലർത്തിയിരുന്നെങ്കിൽ അത് സ്വാതന്ത്ര്യത്തിന് മുൻപ് ബ്രിട്ടീഷുകാർ ചെയ്ത അതേ പണി സ്വാതന്ത്ര്യത്തിന് ശേഷം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടിപ്പിക്കുന്ന പണി കോൺഗ്രസ് ചെയ്തു. അതിന് ചെയ്തത് മുസ്ലിം തീവ്രവാദത്തെ പിന്തുണച്ചുകൊണ്ടായിരുന്നു. അത് നമുക്ക് എത്രയോ ഉദാഹരണങ്ങളിലൂടെ കാണാം. മലപ്പുറം ജില്ല സമ്മാനിച്ചതിൻ്റെ ഒക്കെ പുറകിൽ അല്ലെങ്കിൽ അതിന് അനുകൂലമായി നിലകൊണ്ടത് ഒക്കെ നമുക്ക് ഈ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ലീഗ് അടക്കമുള്ള തീവ്രവാദികളെ പിന്തുണച്ചതിൻ്റെ ചരിത്രത്തിലേക്ക് എത്തിക്കാൻ കഴിയും. പിന്നീട് ഷബാനു കേസിലെടുത്ത നിലപാട്, അയോധ്യ പ്രക്ഷോഭത്തിലെ കോൺഗ്രസിൻ്റെ നിലപാട്, ഇങ്ങനെ ഒട്ടനവധി സച്ചാർ കമ്മീഷൻ നിലപാട്, നേരത്തെ ഇവിടെ ശ്രീ സ്റ്റാൻലി പറഞ്ഞില്ലേ, അതായത് രാജ്യത്തിൻ്റെ വിഭവങ്ങളുടെ ആദ്യത്തെ അവകാശികൾ അത് മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞു. മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അങ്ങനെ പിന്നീട് വാരിക്കോരി മുസ്ലിം സമുദായത്തിന് വാരിക്കോരി കൊടുക്കുക, ഇങ്ങനെയൊക്കെ ഇസ്ലാമിക തീവ്രവാദത്തെ പരിപോഷിപ്പിച്ച് ഇസ്ലാമിക മതവർഗീയതയെ വളർത്തിക്കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസിന് ഇന്ന് കേരളത്തിലടക്കം സ്വതന്ത്രമായ ഒരു നിലപാടെടുക്കാൻ പറ്റുന്നില്ല. കോൺഗ്രസ് ലീഗിൻ്റെ തടവറയിലാണ്. ലീഗ് പറയുന്നതനുസരിച്ച് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ നിലപാടുകൾ പലപ്പോഴും ലീഗിന്റെ നിലപാടായിട്ട് മാറുകയാണ്. അത് സ്ത്രീ സമത്വത്തിന്റെ കാര്യമാവാം, ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ കാര്യമാവാം, ജെൻഡർ ഈക്വാലിറ്റിയുടെ കാര്യമാവാം, അല്ലെങ്കിൽ സിവിൽ കോഡിന്റെ കാര്യമാവാം. ഏത് കാര്യമായാലും കോൺഗ്രസിന്റെ നിലപാട് ലീഗിന്റെ നിലപാടുമായിട്ട് മാറുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ട്. ലീഗാണ് കോൺഗ്രസിനെ നയിക്കുന്നത്. ലീഗ് എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് ലീഗിനെയും നേരത്തെ ഇവിടെ പറഞ്ഞ മാതിരി പോപ്പുലർ ഫണ്ട് കൈയാക്കിയിരിക്കുകയാണ്. പോപ്പുലർ ഫണ്ടിന്റെ തീവ്ര മതവർഗീയ രാഷ്ട്രീയത്തിന്റെ തടവറയിലാണ് ലീഗ്, ലീഗിന്റെ തടവറയിലാണ് കോൺഗ്രസ്. ഇതാണ് ഇപ്പോഴത്തെ ഒരു കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുത. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ശ്രീ നിയാസ്, VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്, നിയാസിന്റെ നേതാവാണ്. VD സതീശൻ പറഞ്ഞതിനെ ന്യായീകരിക്കണം, ഒപ്പം ലീഗിനെ തള്ളി പറയാതിരിക്കുകയും വേണം. ലീഗിന് ET മുഹമ്മദ് ബഷീർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന്. അത് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തതുകൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ അത് തീർത്ത് പറയാലോ. വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ഇനി തീരുമാനിക്കേണ്ടത് കോടതിയാണ്, ട്രിബ്യൂണലാണ്, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഇപ്പോൾ കേസ് നടക്കുകയാണ്. വഖഫ് ഭൂമിയാണെന്ന്, ഇത് വഖഫ് ഭൂമിയാണെന്ന്, വഖഫ് ഭൂമിയാണ് എന്ന് കൃത്യമായിട്ട് ET മുഹമ്മദ് ബഷീർ പറഞ്ഞിരിക്കുന്നു. ET മുഹമ്മദ് ബഷീർ മാത്രമല്ല,
PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത്. ഇത് വഖഫ് ഭൂമി അല്ലെന്ന് ആരും പറയുന്നില്ല. അത് രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് എന്ന് പറയും. രജിസ്ട്രേഷൻ തെറ്റായി എന്നെങ്കിലും പറയണ്ടേ? വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് തെറ്റായ രീതിയിലാണ്, അതുകൊണ്ട് ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പറയാൻ എന്തുകൊണ്ടാണ് ലീഗിന് പറ്റാത്തത്? അപ്പോ ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ മതസംഘടനകൾ, ലീഗ് ഒരു സാമുദായിക പാർട്ടിയാണ്. ഒരു സാമുദായിക പാർട്ടി എന്ന് പറഞ്ഞാൽ വർഗീയ പാർട്ടിയാണ്. യാതൊരു സംശയവും വേണ്ടല്ല, ലീഗ് ഒരു തികഞ്ഞ വർഗീയ പാർട്ടിയാണ്. ഇസ്ലാം മത താല്പര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന തികഞ്ഞ ഒരു വർഗീയ പാർട്ടിയാണ് ലീഗ്. പക്ഷെ കോൺഗ്രസിന് ലീഗ് വർഗീയ പാർട്ടിയല്ല. കോൺഗ്രസ് സംഘപരിവാറിനെ എതിർക്കും. എന്ന് വെച്ചാൽ സംഘപരിവാർ ഹിന്ദു സമൂഹത്തെ പ്രതിദാനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഹിന്ദു താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന, അതുവഴി രാഷ്ട്ര താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ നിയാസിന് സംഘപരിവാറിനെ എതിർക്കുക, ഹിന്ദു താല്പര്യങ്ങളെ എതിർക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ അയോധ്യയിൽ കണ്ടു. അത് നമ്മൾ നിരവധി, ശ്രീരാമൻ ജനിച്ചതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചത് നിയാസിന്റെ നേതാവാണ്. ശ്രീരാമൻ ജനിച്ചതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചത് നിയാസിന്റെ നേതാവാണ്. നമുക്കറിയാം അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. ഇപ്പൊ നിയാസിന്റെ പാർട്ടി ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? സനാതനധർമ്മം ഡെങ്കിയാണ്, കൊറോണയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച പാർട്ടിയുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്നത് ആരാ? നിയാസാണ്. അപ്പൊ ഇവര് ആത്യന്തികമായി ഹിന്ദു വിരുദ്ധരാണ്. കോൺഗ്രസ് ഹിന്ദു വിരുദ്ധ പക്ഷത്താണ് എല്ലാ കാലത്തും നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ തമ്മിലടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആരാണ് തമ്മിലടിപ്പിച്ചത്? നമ്മുടെ രാജ്യത്ത് സിഖുകാരെ കൂട്ടക്കൊല ചെയ്തുകൊണ്ട് ആ തമ്മിലടിപ്പിച്ച് അവരുടെ രക്തം കുടിച്ചത് ഏത് രക്തരക്ഷസാണ്? ആരാണ് ആ രക്തരക്ഷസ്? സിഖുകാരുടെ രക്തം ഡൽഹി തെരുവുകളിൽ ഊറ്റി കുടിച്ചത് ഏത് രക്തരക്ഷസായിരുന്നു? നമ്മുടെ കൺമുമ്പിലുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അത്തരം കൂട്ടക്കൊലകൾക്ക് എല്ലാവിധ ഒത്താശയും ചെയ്ത കോൺഗ്രസ് ഇന്ന് സമാധാനത്തിന്റെ വക്താവായിട്ടൊന്നും യാതൊരു കാര്യമില്ല. ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മുസ്ലിം വർഗീയവാദികളുടെ SDPIയുടെ അടക്കം, PDPയുടെ അടക്കം, ജമാഅത്തെ ഇസ്ലാമിയുടെ അടക്കം എല്ലാവിധ പിന്തുണയും നേടിക്കൊണ്ട് കോൺഗ്രസ് തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നു. എന്നാൽ ഹിന്ദു സമൂഹത്തിന്റെ വേവലാതികളെ കാണാൻ തയ്യാറല്ല. ബംഗ്ലാദേശിലെ കൂട്ടക്കൊലയെ കുറിച്ച് കോൺഗ്രസ് ഒരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യപ്പെടുന്നു. കോൺഗ്രസ് ഒരു അക്ഷരം മിണ്ടുന്നുണ്ടോ? മിണ്ടുന്നില്ല. അവർക്ക് നമ്മുടെ തെരുവുകളിൽ പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തിയ പോലെ ഒരു സമ്മേളനം നടത്താൻ അവർക്ക് സാധ്യമല്ല. ഒരു മെഴുകുതിരിയും കത്തിക്കില്ല കോൺഗ്രസ്സുകാര്. കാരണം കോൺഗ്രസ്സുകാര് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ വേട്ടയാടുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്, ഇസ്ലാമിക തീവ്രവാദികളാണ്. ഹിന്ദുക്കൾക്ക് അനുകൂലമായി സംസാരിച്ചാൽ അത് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരാകും. പാലസ്തീനിലെ ഹമാസിന് അനുകൂലമായിട്ട് സംസാരിക്കാം, കുഴപ്പമില്ല. അപ്പോ കോൺഗ്രസ് കേരളത്തിൽ, ഇന്ത്യയിലെ കോൺഗ്രസ് ഹമാസ് കോൺഗ്രസ് ആണ്. ഇന്ത്യയിലെ കോൺഗ്രസ് ഹിസ്ബുള്ള കോൺഗ്രസ്സാ. ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഇസ്ലാമിക തീവ്രവാദികൾക്കും വേണ്ടി ഓശാന പാടുന്ന നിയാസ് ഇവിടെ വന്ന് എനിക്ക് ഒരാളുടെയും കട്ടില് വേണ്ട സാർ, ഞാൻ കഴിഞ്ഞ 10-40 വർഷമായിട്ട് പ്രവർത്തിക്കുന്നത് ഒരു കട്ടിലും കണ്ടിട്ടല്ല, ഒരു അധികാരത്തിന്റെയും പുറകെ പോയിട്ടുമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതെല്ലാം ഞങ്ങൾ കാണുന്നത് ഈ തരത്തിൽ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ കോൺഗ്രസ് രംഗത്ത് വരുമ്പോഴാണ്. അതാണല്ലോ ഇപ്പൊ ഏറ്റവും ഒടുവിൽ തെളിഞ്ഞത്. OCCRPയുടെയും അതേപോലെ ഫെഡറൽ അസോസിയേഷന്റെയും ഏഷ്യൻ പസഫിക് ഫെഡറൽ അസോസിയേഷന്റെയും ഒക്കെ ആളുകളായിട്ട് രംഗത്ത് വന്നത് ആരാ? അത് മറ്റേ ഫ്രഞ്ച് പത്രമായിട്ടുള്ള മീഡിയ പാർട്ട് പുറത്തു കൊണ്ടുവന്ന വാർത്തകൾ നമ്മുടെ കൺമുമ്പിലുണ്ടല്ലോ. ഈ രാജ്യത്തെ വിഘടിപ്പിക്കാൻ, ഈ രാജ്യത്തിനെതിരായി വിദേശ ഫണ്ടിങ് ഏജൻസികളുടെ, വിദേശ ചാരന്മാരുടെ, വിദേശ ശക്തികളുടെ കൈക്കോടാലികളായിട്ട് ഇന്ത്യയിൽ കോൺഗ്രസ് നേതൃത്വം പ്രവർത്തിക്കുന്നു. അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഈ രാജ്യത്തെ ശിഥിലമാക്കുക, തകർക്കുക, ഛിന്ന ഭിന്നമാക്കുക, മതത്തിന്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് തകർക്കുക. ഇതാണ് ഈ പറഞ്ഞ വഖഫിലൂടെയും ഇന്ത്യയിൽ നടപ്പാക്കാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് ഇവിടെ വന്നിട്ട് ഈ തരത്തിൽ വ്യക്തിപരമായിട്ട് ആരെങ്കിലും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിയാസെ.